അസ്സലാമു അലൈക്കും. ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് വൺ ഡേ ടൂർ പോയതാ. കൂർഗ് നിസർഗധാമ എന്ന സ്ഥലത്തെ അതിൻ്റെ കവാടമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ശരവണ ഭവൻ ഹോട്ടൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ നട്ട് അവിടെ കയറി. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സമൂസയും അതിന് കൂടി ചട്നിയും നല്ല അടിപൊളിയായിട്ടുണ്ടേനു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ സമൂസയൊന്നുമല്ല, അവർ സ്പെഷ്യലായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന സമൂസയാണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നല്ല റഷായിരുന്നു. അന്ന് കേരളത്തിലെ സ്കൂൾ കുട്ടികൾ മൊത്തം അന്ന് അവിടെ ഉണ്ടേനു. അപ്പോൾ കേരള രജിസ്ട്രേഷൻ വണ്ടി നോക്കുന്ന എവിടെ നോക്കിയാലും കേരള രജിസ്ട്രേഷൻ വണ്ടിയെ കാണാനുള്ളൂ. അപ്പോൾ കുതിര സവാരിക്കാരൻ എൻട്രൻസ് തന്നെ കുതിരയും പിടിക്കാതെ നിൽക്കുന്നുണ്ട്. ഒരു റൗണ്ട് അടിച്ച് വരാൻ 150 രൂപയാണ് ആ കുതിര സവാരിക്കാരൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പിന്നെ നിരവധി ഷോപ്പുകളുണ്ട്, എല്ലാ ഷോപ്പിലും നല്ല തിരക്കേനു. ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് ചുറ്റി വന്ന്, പിന്നെ ചെരുപ്പിനെല്ലാം 100 രൂപയേ ഉള്ളൂ. അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങി. ചെരുപ്പെല്ലാം നല്ല ഉണ്ട്, 100 രൂപക്ക് കണക്കായിട്ട് നല്ല ഒരു ചെരുപ്പാണ്. അങ്ങനെ എൻ്റെ മകന് പലതിനും ആവശ്യപ്പെടുന്നുണ്ട്. ഓൻ്റെ കണ്ണിൽ എന്തെല്ലാം കണ്ടണ ആ കണ്ടതിനെല്ലാം ഓൻ ആവശ്യപ്പെടുന്നുണ്ട്. കുറേയെല്ലാം കണ്ടില്ല കെട്ടില്ല എന്നിട്ട് ഞാൻ മുമ്പോട്ടേക്ക് അങ്ങനെ നടന്നു. പിന്നെ നിസർഗധാമിൻ്റെ അകത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് ഇറങ്ങി വരാൻ ഒരുപാട് സമയവും, സന്ധ്യയായിപ്പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഭക്ഷണം അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെന്താക്കി അതേ ശരവണ ഭവൻ ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അത് ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലാണ്, അവിടെ നോൺ വെജ് ഒന്നുമില്ല, എല്ലാം വെജ്, പ്യൂർ വെജാണ്. അങ്ങനെ ഞങ്ങളെന്താക്കി ഒരു ചോറ് 3 ആൾക്ക് ഞാൻ ചോറ് ഓർഡർ ചെയ്തു. നല്ല ഉണ്ട്, തരക്കേടില്ലാത്ത ചോറ്, പച്ചരി ചോറ്. അങ്ങനെ ചോറെല്ലാം തിന്ന് പിന്നെ അവിടുത്തെ ഷോപ്പിലെല്ലാം കൂർഗിൻ്റെ എല്ലാ സ്പൈസസും അവിടെ കിട്ടാനുണ്ട്. മഞ്ഞൾ പോലും അതാ ഞങ്ങളെ നാട്ടിൽ കിട്ടുന്ന നാടൻ മഞ്ഞൾ വരെ അവിടെ കിട്ടാനുണ്ട്. അങ്ങനെ എല്ലാ കൂർഗ് സ്പൈസസും അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം വില കൂടുതലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളതൊന്നും വാങ്ങാൻ നിന്നില്ല. അങ്ങനെയെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാം ഒന്ന് കവർ ചെയ്തെല്ലാം നോക്കി പിടിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ച്. ആദ്യം തന്നെ കിട്ടുന്ന ഒരു തൂക്കുപാലം, ആ തൂക്കുപാലത്തിൻ്റെ മേലെയുള്ള കാഴ്ച ഇത്. അടിയിൽ നിരവധി മത്സ്യങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഈ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ ഈ പിന്നെ യാത്രക്കാരുടെ ഭക്ഷണത്തിന് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നു നോക്കിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ തായൽ കാത്തേക്ക് എന്തെങ്കിലും തായൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഓടി ഒന്നിച്ചിട്ട് വരും. അത് നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലവും കിടന്ന് അകത്ത് കയറി. അകത്ത് കാര്യമായിട്ട് ഒരു മുളങ്കാടാണ്, വിശാലമായിട്ട്. പിന്നെ അതിൻ്റെ നടുക്കൊരു പുഴ ഒഴുകുന്നുണ്ട്. എൻട്രൻസൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതന്നെ മനസ്സിനൊരു സമാധാനം, നല്ല തണുപ്പ്, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം. ടൗൺ ഏരിയ വിട്ടിട്ട് ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ അവിടെ ഇവിടെയെല്ലാം പോയിനെങ്കിൽ ഞങ്ങൾക്ക് മടുത്ത് പോയി യാത്ര ചെയ്തിട്ട്. ഒരു ചൂടും കാലാവസ്ഥയും പുകയും പുകപടലങ്ങളും. ഇതൊന്നല്ല, മനസ്സിനൊരു സമാധാനം, നല്ല കാടന്തരീക്ഷം, നല്ല ഒരു മനസ്സിനൊരു ഫീലാണ് എല്ലാം കാണാനും ആസ്വദിക്കാനും. ഇതൊക്കെ അവിടുത്തെ ഹോം സ്റ്റേ ആണ്. പക്ഷേ ഇതിലൊന്നും ഇപ്പോൾ ആരുമില്ല. ഇപ്പം അതൊന്നും തുറന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാണുമ്പോൾ ഒന്നും ആരുമില്ല. നല്ല വൃത്തിയും നല്ല സൗകര്യമുള്ള ഹോം സ്റ്റേകൾ ധാരാളമുണ്ട്. ഇതൊക്കെ അവരുടെ സംസ്കാരം മനസ്സിലാക്കി തരുന്ന കുറേ പ്രതിമകളാണ്. ഇത് കുർഗീസിൻ്റെ ഡ്രസ് കോഡാണ്. അവർ കല്യാണത്തിന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുക. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് പ്രതിമകൾ, അവരുടെ സംസ്കാരം വിളിച്ചോതുന്ന ഒരുപാട് പ്രതിമകൾ ഇവിടെ ഉണ്ട് കാണാൻ. ഇതൊരു ഇരിക്കുന്ന സ്ഥലമാണ്. കുറേ നടന്ന് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഏരിയ, ഇരിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കി വെച്ച ഒരു ഏരിയയാണ്. ഇത് അവരുടെ ആണുങ്ങളുടെ ഡ്രസ് കോഡാണ്. അവരുടെ കല്യാണത്തിന് അവർ ആണുങ്ങൾ ധരിക്കുന്ന ഡ്രസ് കോഡാണ് ഇത്. ഇതൊക്കെ പ്രതിമയാണെങ്കിലും കാണുമ്പോൾ ഒരു ജീവൻ തുളുമ്പി നിൽക്കുന്ന പോലെ ഉണ്ട്. പിന്നെ പക്ഷികളുടെ ഒരു ലോകം ഇത്, എല്ലാത്തരം പക്ഷികളുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് മടങ്ങി. അങ്ങനെ ഞങ്ങൾ ഏറുമാടം, ഒരുപാട് ഏറുമാടുണ്ട്. ആ ഏറുമാടത്തിൽ കയറി നോക്കുമ്പോൾ അവിടെ 2 കപ്പിൾസ് ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത് സിപ്പ് ലൈനാട്ടോ, നല്ലുണ്ട്, ഒരുപാട് ദൂരമൊന്നുമില്ല. എന്നാലും ചെറിയ കുട്ടികൾക്കെല്ലാം അത്യാവശ്യം 100 രൂപ അതിൻ്റെ ഫീസ്. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ആകർഷണീയമായ പുഴക്കരികിലേക്ക് ഞങ്ങളെത്തി. പുഴ കണ്ടതും എൻ്റെ മോന് ഓടിച്ചാടി വേഗം പോകുന്നുണ്ട് പുഴയിൽ കുളിക്കാൻ. പോയതും ഓൻ അവിടെ വഴുത് വീണ് ഓൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞു പോയി.
അങ്ങനെ ഓനിക്ക് അവിടുന്ന് പുതിയ ഡ്രസ്സ് ഞങ്ങൾ വേറെ വാങ്ങിയിട്ട് എന്നിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. ഓനിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിൽ കുളിക്കും നനയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നല്ല തെളിമയുള്ള വെള്ളം. എന്താണെന്ന് പറഞ്ഞാൽ അടിയിൽ പാറയായതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അവിടെ തന്നെ ചിലവഴിച്ച്. അപ്പോൾ ഒരുപാട് പേര് കുളിക്കാനായിട്ട് തോർത്തും പിന്നെ ബർമുടെല്ലാം ആയിട്ട് ഒരുപാട് പേര് കുളിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഏറുമാടം കണ്ട് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് അതിൽ കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം കണ്ട പക്ഷി സങ്കേതത്തിലേക്ക് ടിക്കറ്റും കൊടുത്ത് കയറി. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ കൊടുത്ത് കയറി. പക്ഷേ അവിടെ കയറാണ്ട് ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാവുമെങ്കിൽ വന്ന യാത്ര. എന്താണ് അത്രയും ഒരുപാട് പക്ഷികളുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. മനുഷ്യന്മാരുടെ ഒരു ഇണക്കമുള്ള പക്ഷികളെല്ലാം. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വന്ന് ഒരു സംസാരിക്കുന്ന മട്ടത്തിലുള്ള അവരെ ആക്ഷനും ഞങ്ങളോട് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. അങ്ങനെ നല്ല രസമുള്ള ഒരു അനുഭവമാണ്. പക്ഷികൾ ഒരുപാടുണ്ട്. ഈ പക്ഷിക്ക് ഞങ്ങൾ ഫീഡ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 30 രൂപ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷികൾക്കെല്ലാം ഞങ്ങൾക്ക് ഫീഡ് ചെയ്യാം, വേണമെങ്കിൽ പൈസ കൊടുത്താൽ ഫീഡ് ചെയ്യാം. അങ്ങനെ ആദ്യമെല്ലാം ഞങ്ങൾ നിസർഗധാമയിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നത്. അപ്പോൾ ഇത്രയൊന്നും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് പക്ഷികളും പിന്നെ പാർക്കുകളായിട്ടും നല്ല ഉണ്ട്. പിന്നെ എൻ്റെ മോനിക്ക് പക്ഷിനെ ഫീഡ് ചെയ്യണമെന്നുള്ള ഒരേ നിർബന്ധം. അങ്ങനെ എന്താക്കി ഞങ്ങൾ പക്ഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൈസയും കൊടുത്ത് കയറി. ഒരുപാട് നേരം പക്ഷികളെ ഫീഡ് ചെയ്ത്. അപ്പോൾ പക്ഷികൾ ഫീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ തലമേലും കാലുമേലും കൈമേലും മുഖത്തും എല്ലാം കയറി വന്നിട്ട് നല്ലൊരു അനുഭവം, നല്ല രസമാണ്. പക്ഷികൾ വന്നിങ്ങനെ കയ്യിൽ നിന്ന് കൊത്തി തിന്നുന്നതെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. Through the wastelands, through the highways, till my shadow turns to sun.